HKM കെമിസ്ട്രി ക്ലാസ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നതിലെ ഒരു ടോപ്പിക്കാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 gram per mole വിത്ത് എംപിരിക്കൽ ഫോർമുല CH. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലൊരു റിലേഷൻ പറഞ്ഞിരുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഇതുപോലുള്ള സീരീസുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയിൽ നിന്നും ഓരോ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം, മോളാർ മാസ് തന്നിട്ടുണ്ട്. സോ ഇതുമായി ഇവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ n എന്ന വാല്യൂ കണ്ടുപിടിക്കണം. n = മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എന്നാണ്. സോ n = മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, സോ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട് 78 gram per mole. എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് CH. ഓക്കെ, ഈ ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം എന്ന് നോക്കാം. സോ ഇവിടെ തന്നിട്ടുള്ളത് ഗിവൺ മോളാർ മാസ്, അത് മോളാർ മാസ് 78. ഇനി n കണ്ടുപിടിക്കാൻ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഈ റിലേഷൻ നോക്കിയാൽ കാണാം, n = മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എന്നാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ മോളാർ മാസ് തന്നിട്ടുണ്ട്, മോളാർ മാസ് 78 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്, എംപിരിക്കൽ ഫോർമുല ക്വസ്റ്റ്യനിൽ തന്നത് CH എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. സോ ഇതാണ് എംപിരിക്കൽ ഫോർമുല CH, ഒരു കാർബണും ഒരു ഹൈഡ്രജനും. സോ ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആറ്റോമിക് മാസ് ഇതിൻ്റെ ആഡ് ചെയ്യുക. സോ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12ഉം ഹൈഡ്രജൻ്റെ 1ഉമാണ്. ഓക്കെ, സോ CH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണും ഒരു ഹൈഡ്രജനും. സോ 12 + 1, ഇത് ആഡ് ചെയ്യുമ്പോൾ കാർബണും 12ഉം ഹൈഡ്രജൻ 1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമുക്ക് കാണാം, n = മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 78. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു എംപിരിക്കൽ ഫോർമുല മാസ്. സോ 78/13. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 6 എന്നാണ്. സോ n = 6 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഈ n ഉപയോഗിച്ചാണ് നമ്മൾ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിലേഷൻ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n × എംപിരിക്കൽ ഫോർമുല. സോ എന്താണ് എംപിരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല എന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണണം. സോ മോളിക്കുലാർ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ നമുക്കിവിടെ n എന്ന് കിട്ടി. n എന്നതിൻ്റെ വാല്യൂ 6 എന്നാണ്, അതായത് 78/13 ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. ഈ 6 എംപിരിക്കൽ ഫോർമുലയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 6 × CH എന്നാണ്. അതായത് ഈ ഇതിൽ ഓരോ ആറ്റവും എത്ര എണ്ണം വേണം എന്നുള്ളതാണ് n. സോ C × 6 അതായത് C6. ഇനി H × 6 അതാണ് H6. സോ നമുക്ക് കിട്ടിയത് C6H6. സോ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ച മോളിക്കുലാർ ഫോർമുല.
ഓക്കെ, C6H6. സോ മോളിക്കുലാർ ഫോർമുലയാണ് C6H6. സോ ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് CH. സോ N ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.